സിലബസിലുള്ളത് മാത്രമല്ല, ആധുനിക ലോകത്തെ പുതിയ സാങ്കേതിക വിദ്യകളും കുട്ടികൾ പഠിക്കണമെന്നതാണ് റോബോട്ടിക്സ് ലാബിന് പിന്നിലെ ആശയം. നമ്മുടെ ചുറ്റും എവിടെയെല്ലാം എന്തിനെല്ലാം റോബോട്ടുകളെ ഉപയോഗപ്പെടുത്താം? ഓട്ടോമാറ്റിക് യന്ത്ര സംവിധാനങ്ങളുടെ സാധ്യതകളെ ഏത് രീതിയിൽ നടപ്പിലാക്കാം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാകുന്ന ആശയങ്ങൾ വിദ്യാർത്ഥികൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. അതിന് ആവശ്യമായ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഈ ലാബിലുണ്ട്. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്കൂളിൽ ഒരു റോബോട്ടിക് ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് തന്നെ ഒരു റോബോട്ടിക് ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാവുന്നത്. ഇതിൽ നമ്മുടെ കുട്ടികൾ മൈക്രോ കൺട്രോളേഴ്സ്, പിന്നെ സെൻസേഴ്സ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഇതിന് 3 ടൈപ്പ് ആർഡിനോ ബോർഡ്സ് ഉണ്ട് ഇവിടെ. ആർഡിനോ യൂനോ, ആർഡിനോ നാനോ, ആർഡിനോ മെഗാ എന്ന് പറഞ്ഞ ഒരുപാട് ബോർഡ്സ് ഉണ്ട്. പിന്നെ റാസ്ബെറി പൈ, അതുപോലെ ഫ്യൂച്ചർലി റോബോട്ടിക്സിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം സംവിധാനങ്ങളും ഇവിടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ പിന്നെ ചെറുപ്പത്തിൽ തന്നെ ഒരു റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും നമ്മൾ പിക്ചറിൽ മാത്രം പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിന്നും എന്ത് സെൻസേഴ്സ് ആയാലും റാസ്ബെറി പൈ ആയാലും റോബോട്ട് എന്ന് പറഞ്ഞ സാധനം കൂടെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു സംവിധാനം ഈ സ്കൂളിലുണ്ട്. ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസർ, ഒബ്സ്റ്റക്കിൾ അവോയ്ഡ് റോബോട്ട്, ഓട്ടോമാറ്റിക് വേസ്റ്റ് ബിൻ തുടങ്ങി പല മാതൃകകളും മുണ്ടേരി സ്കൂളിൽ നിർമ്മിച്ചു കഴിഞ്ഞു. റോബോട്ടിക്സ് പ്രായോഗിക പഠനം വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവം കൂടിയാണ്. ഈ റോബോട്ടിക് ലാബ് വന്നേരം തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡസ്റ്റ്ബിൻ ഉണ്ട്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ട് എന്ന് വെച്ചാൽ റോബോട്ടാണ്. ഇവിടെ ഒരുപാട് നമുക്ക് റോബോട്ടിക്സ് ആയിട്ട് തന്നെ ഒരുപാട് സാങ്കേതിക വിദ്യകളായിട്ട് നമുക്ക് ഇവിടെ പഠിപ്പിക്കുന്നതുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് നമ്മുടെ കുട്ടികൾ തന്നെ ചെയ്യുന്നതായിട്ടുമുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ആവട്ടെ നല്ല സപ്പോർട്ടുമാണ്. ചെടി നനക്കുന്ന റോബോട്ടിക്കായിട്ട് ചെടി നനക്കും. അതുപോലെ വേസ്റ്റ് ബിൻ ഉണ്ട് റോബോട്ടിക്കൽ. അതുപോലെ റോബോട്ട് ഉണ്ട്, സാൻഡ് ബോട്ട് എന്നാണ് അതിൻ്റെ പേര്. നമ്മളെല്ലാവരും അതിനെ സനു എന്ന് പറഞ്ഞ് വിളിക്കും. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.